ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറെ പ്രശസ്തമായ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഒപ്പം നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് ആണ് നമുക്കൊപ്പം ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ ചേരുന്നത്. സ്വാഗതം. 2009 അച്ഛൻ്റെ സ്ഥാപനം ഏറ്റെടുക്കുന്നു. 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. 22 സ്ഥാപനങ്ങളടക്കം നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നിരവധി ബഹുമതികൾ, അംഗീകാരങ്ങൾ. 16 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ 16 വർഷം കടന്നു വന്നിട്ടുള്ളത്. 2009 നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫൗണ്ടറും എൻ്റെ പിതാവുമായ ശ്രീ പി കെ ദാസ്, എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിയുമ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു വിട്ടുപിരിവായിരുന്നു. ആ വേർപാടിൽ നിന്ന് കരകയറി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, സ്വപ്നങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പടുത്തുയർത്തി ഇന്ന് 16 വർഷം പിന്നിടുമ്പോൾ അഭിമാനവും അതിലുപരി സന്തോഷവും തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന 1968 ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു അധ്യാപകനായി ജീവിതം ആരംഭിച്ച ശ്രീ പി കെ ദാസ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ ആദ്യ സ്ഥാപനമായ നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് ആരംഭിച്ചുകൊണ്ടാണ്. കേവലം അത് അന്നൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, മറിച്ച് പല വിദ്യാർത്ഥികൾക്കും എയറോനോട്ടിക്കലുമായി ബന്ധപ്പെട്ട്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അത്തരത്തിലുള്ള ക്ലാസ്സുകളും ട്യൂഷനുകളും എടുക്കുന്ന ഒരു സംരംഭമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ എയറോനോട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു കഠിന പ്രയത്നവും കമ്മിറ്റ്മെൻറ്റും കൊണ്ട് 1984 ഇന്ത്യയിലെ ആദ്യത്തെ 7 എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ ഉള്ള കോളേജുകളിൽ ഒന്നായി നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആരംഭിക്കുന്നു. പിന്നീട് അദ്ദേഹം മരിക്കുന്ന 2009 വരെ അദ്ദേഹം പല സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലും കേരളത്തിലും ആരംഭിച്ചു. 2001-2002 ആദ്യമായി കേരളത്തിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. 2002 തിരുവില്ലാമല പാമ്പാടി എന്ന് പറയുന്ന ദേശത്ത് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ എന്നുള്ളതാണ് കേരളത്തിലെ ആദ്യ സ്ഥാപനം. പിന്നീട് അങ്ങോട്ട് 2003 നെഹ്റു കോളേജ് ഓഫ് ഫാർമസി ആരംഭിക്കുന്നു. 2008 ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആരംഭിക്കുന്നു. 2009 അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മക്കൾ ഏറ്റെടുത്ത ഒരു തീരുമാനമാണ് ഈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ ലോക നിലവാരത്തിലുള്ള ഒന്നാക്കി മാറ്റണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2010-11 കാലഘട്ടത്തിൽ ചെറിയൊരു ആശുപത്രി ആരംഭിച്ചു. 2014 മെഡിക്കൽ കോളേജാക്കി മാറ്റി. ഇന്ന് 200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന MBBS ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പിന്നീട് ഇന്നിപ്പോൾ 20,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിയായ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ കോഴ്സുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് പല പ്രോഗ്രാമുകളും തുടങ്ങാൻ ഞങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കാൻ തയ്യാറാവാറില്ല. ശരിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു ധൈര്യം വരുന്നത്? ഈ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് നോക്കിക്കാണുന്ന കാര്യം ഭാരതത്തിൽ എന്താണ് മാറ്റം വരുന്നത്, ലോകത്തിൽ എന്താണ് മാറ്റം വരുന്നത്, അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അതിനനുസരിച്ചുള്ള ആളുകളാണോ എന്ന് നോക്കിക്കാണും. അപ്പോൾ അവർക്ക് അതിന് വേണ്ട സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഒരു ലക്ഷ്യം കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UGCയുടെ കീഴിലുള്ള ഓരോ പ്രോഗ്രാമുകളും കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല പാരാമീറ്റേഴ്സും ഞങ്ങളുടെ വിദ്യാഭ്യാസങ്ങളിൽ ഞങ്ങൾ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ നിലവിൽ 5 ഓട്ടോണമസ് സ്ഥാപനങ്ങൾ നിലവിൽ ഞങ്ങൾക്കുണ്ട്. 4 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓട്ടോണമസ് ആണ്, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് ആണ്. ഇനി ഇതിൻ്റെ പുറകെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഓട്ടോണമസ് സ്ഥാപനങ്ങളാവാനുള്ള അപ്ലിക്കേഷൻ നൽകി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ട NAC അക്രഡിറ്റേഷൻ, NB അക്രഡിറ്റേഷൻ, അതുപോലെ NIRF റാങ്കിങ്, അതുപോലെ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്രോസസ് എല്ലാം തന്നെ വളരെ ഉന്നതമായ റാങ്കിങ്ങോടുകൂടി, മാർക്കോടുകൂടി ഞങ്ങൾ കടന്നിട്ടുണ്ട്. അതിനനുസരിച്ചും ഒരു സ്ട്രിക്റ്റ് ക്വാളിറ്റി അക്കാഡമിക് ആംബിയൻസ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ റിസർച്ചിന് മുൻതൂക്കം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പെഡഗോഗിക്കൽ എക്സസൈസിന് മുൻതൂക്കം കൊടുക്കുന്നതിനൊപ്പം തന്നെ കുട്ടികളെല്ലാം തന്നെ സ്കില്ലുകളിൽ അവർ നൈപുണ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിന് ഓരോ പ്രോഗ്രാമുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആഡ് ഓൺ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതുണ്ട്. ഓട്ടോണമസ് കോളേജുകളൊക്കെ പറയുമ്പോൾ അവർക്ക് ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ സർട്ടിഫിക്കറ്റായി മാറും. ഇതിലുപരി കേരളത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്റർ നടത്തുന്ന കോളേജുകളിൽ ഒന്നാണ്.
തമിഴ്നാട്ടിലുമുണ്ട്. അവിടെയും ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്ററാണ്. ഈ ഇൻക്യുബേറ്ററിൽ നീതി ആയോഗ്, സെൻട്രൽ ഗവൺമെൻറ് നീതി ആയോഗും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്ന് ഞങ്ങൾക്ക് ഏകദേശം 18 കോടിയോളം ഗ്രാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നതില്ല, ആർക്കും അഭിരുചിയുണ്ടോ, ആർക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, അവർക്ക് അവിടെ വന്ന് ഒരു പ്രൊജക്റ്റ് ആരംഭിക്കുകയും അത് ഇൻക്യുബേഷൻ സ്റ്റേജിൽ നിന്ന് മറ്റ് പൂർണ്ണ വളർച്ചയെത്തി പരിപൂർണമായി അത് കംപ്ലീറ്റ് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സീഡ് ഫണ്ടിങ് കിട്ടും, അതുമാത്രമല്ല അതിന് പാറ്റൻറ്റ് കിട്ടും, പിന്നെ അത് ഒരു പ്രോജക്റ്റ് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റായി മാറും. അപ്പോൾ അത് ഈ മാർക്കറ്റിൽ അതിന് വലിയ ലഭ്യത, സ്വീകാര്യത ലഭിക്കും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ TBIയിൽ ഏകദേശം 30ഓളം പാറ്റൻറ്റുകൾ ഈ പ്രൊജക്റ്റുകൾക്ക് തന്നെ കിട്ടി. ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ച TBI ആണ് ഞങ്ങളുടെ. പിന്നെ ഇതിലുപരി എല്ലാ കോളേജുകളിലും അവർക്ക് വേണ്ട മറ്റു നോൺ അക്കാഡമിക് തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് സ്പോർട്സ് ആയാലും കൾച്ചറൽ ആക്ടിവിറ്റി ആയാലും അതുപോലെ റൈറ്റിംഗ് സ്കിൽസ് ആയാലും മറ്റു മേഖലകളിലെ അഭിരുചികളായാലും കൾച്ചറൽ ആക്ടിവിറ്റി ആയാലും എല്ലാം തന്നെ ഞങ്ങൾ അതിനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ പല കോളേജുകളും പ്രൊഡക്ഷൻ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അവരിപ്പോൾ ഈ പറയുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജ് കൂടി ആയതുകൊണ്ട് അവർ റെസ്റ്റോറൻറ്റ് സ്വന്തമായി നടത്തുന്നു വിദ്യാർത്ഥികൾ. അതുപോലെ കാറ്ററിംഗ് സർവീസുകൾ നടത്തുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും അവർക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുവാനുള്ള സ്കില്ലും അവർ ഏറ്റെടുത്തു. ഇതെല്ലാം അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി അവരെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഏൺ വയൽ ലേണിംഗ് എന്ന സ്കീമോട് കൂടി അവർ അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു പുറത്തേക്ക് ആളുകൾ പോകുന്ന സമയത്തും പറയുന്ന ഒരു കാര്യം, പഠിക്കുന്ന ഒരു 5-6 വർഷം നമുക്ക് പഠനം മാത്രമാണ്, അത് വീട്ടുകാർക്ക് കൂടെ ബേർഡൻ ആവുകയാണ്. അപ്പോൾ അതിലും നല്ലത് ഞങ്ങൾ ജോലി ചെയ്ത് പഠിക്കുന്നതല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് യുവാക്കൾക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയാണെന്ന് പറഞ്ഞുകൂടെ? കേരളത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ റീസൺ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻ ടൈമിംഗ്, അവിടെ അതുപോലെ തന്നെ അക്കാഡമിക്കിൻ്റെ ഒരു ക്വാളിറ്റി, പിന്നെ അവർക്ക് അത് കഴിഞ്ഞ് ജോലി ചെയ്യാനുള്ളൊരു അവസരം, സ്വയം പര്യാപ്തത നേടാനുള്ള അവസരം, ഇതെല്ലാം അവർക്ക് അവിടെയുണ്ട്. എന്തുകൊണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകിക്കൂടാ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാമുകൾ നടത്തുന്നത്. പക്ഷേ അതിപ്പോൾ ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയി വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലും പറയുന്നത് ഇതേ കാര്യങ്ങളാണ്. സ്കില്ലിന് പ്രാധാന്യം നൽകണം, ഇവർക്ക് ജോലി സാധ്യത ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ മൾട്ടി ടാസ്കിങ് ആയിരിക്കണം, മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാം പഠിക്കണം എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കോളേജ് വിട്ട് പടിക്ക് പുറത്തു പോകുന്നതിന് മുന്നേ തന്നെ 100% ജോലി കിട്ടുന്നുണ്ട്. അതല്ലാത്ത ആളുകൾ, ജോലി വേണ്ട എന്ന് നിശ്ചയിക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ്സോ ഓൺടർപ്രണേഴ്സോ ആയി മാറുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഏതെങ്കിലും വിദ്യാർത്ഥിയെ കാണാനുള്ള ഭാഗ്യം എനിക്കും ഈ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ ലളിതമാണ്. 1,00,000-ലധികം വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് പഠിച്ചിറങ്ങിയിരിക്കുന്നു. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതി കരസ്ഥമാക്കിയ ആളുകളായതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മോണോപ്പൊളി എന്ന് പറയുന്നത് എയറോനോട്ടിക്സും ഏവിയേഷനുമാണ്. ഏത് എയർക്രാഫ്റ്റ് സർവീസ് എടുത്താലും, ഏത് എയർപോർട്ടിലേക്ക് പോയാലും, ഏത് അതിൻ്റെ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് പോയാലും, സർവീസ് സെക്ടറിലേക്ക് പോയാലും ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയെ കാണാതെ പോവാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു ലെഗസി ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു കെട്ടുറപ്പും ബോണ്ടിങ്ങും കണക്ടിവിറ്റിയും വേറൊരു സ്ഥാപനത്തിലും പഠിച്ചാൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ അടുത്ത കാലത്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നത്. കേരളത്തിൽ പോളിസി ഇല്ലാത്തത് ഡിലേ ആയിപ്പോയി. കേന്ദ്രത്തിലാണെങ്കിൽ 2009 ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റി അനുവദിക്കാനുള്ള പോളിസി ഉണ്ടായിരുന്നില്ല. 2022 അത് വീണ്ടും പുനരാരംഭിച്ചപ്പോൾ ആദ്യത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റിയായി തമിഴ്നാട്ടിലെ, ഇന്ത്യയിലെ 10 ആദ്യത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഒന്നായി PK ദാസ് ഡീംഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ അതിൻ്റെ റിസൾട്ട് പുറത്തു വരും. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഫൈനൽ പോളിസി പുറത്തു വരുമ്പോൾ ആദ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് PK ദാസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നെഹ്റു ഗ്രൂപ്പിൻ്റെ
ഇവിടെ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് സത്യം. സ്വാശ്രയ മേഖലയോട് വളരെ മുഖം തിരിഞ്ഞിരുന്ന ഒരു സമീപനമായിരുന്നു കേരളത്തിന് ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പലതും പൂട്ടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അന്ന് സ്വാശ്രയ കോളേജിനോട് മുഖം തിരിച്ച പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോഴും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് സ്വീകാര്യതയില്ല, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നില്ല. ഗവൺമെൻറ് അത് അതിൻ്റെ പോളിസി കൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. പകരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവർ എൻകറേജ് ചെയ്യുന്നത്. പോളിസിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സർക്കാർ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പല മേഖലകളിലും അതിന് എതിർപ്പുമുണ്ട്. കാരണം കേരളത്തിലെ ആളുകൾ, നമ്മൾ മലയാളികൾ എന്നും നമ്മൾ കൊട്ടിഘോഷിക്കും നമ്മൾക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ പല മലയാളികളും കേരളം വിട്ട് പുറത്തു പോകാത്ത ആളുകളുണ്ട്. അവർക്ക് ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നോ, ഇൻഡസ്ട്രി എങ്ങനെ മാറുന്നു എന്നുള്ളതോ സർവീസ് സെക്ടർ എങ്ങനെ മാറുന്നു എന്നുള്ളതോ ഒന്നും തന്നെ അവർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് വളരെ ഇച്ഛാശക്തിയോടുകൂടി എടുത്ത ഈ തീരുമാനം ഈ പുതിയ തലമുറയ്ക്ക് വളരെ ഗുണകരമായിരിക്കും. ആൻഡ് കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ തന്നെയാണ്. ഈ വിദ്യാഭ്യാസത്തിൽ ഈ വിപ്ലവകരമായി മാറ്റം വരുമ്പോൾ പുതിയ കുറേ യൂണിവേഴ്സിറ്റികൾ വരും. അപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിലുള്ള കോഴ്സുകൾ വരും, ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഫാക്കൽറ്റീസ് വരും, സ്റ്റുഡൻസിനെ ഇൻ്റർനാഷണലി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ വരും. അതുപോലെ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സിനും പുറം രാജ്യങ്ങളിലെ ടീച്ചേഴ്സിന് ഇവിടെ വന്ന് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ വരും. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ, ഒരു മൾട്ടി ഡിസിപ്ലിനറി മാത്രം മൾട്ടി കൾച്ചറൽ ഒരു വലിയ ഒരു ടോട്ടൽ ഒരു സിങ്കിങ് നമുക്കുണ്ടാവും. അപ്പോൾ ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടന്നു വരും. ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ മറ്റൊരു സിംഗപ്പൂരാക്കാൻ പറ്റിയ ഒരു ഇടമാണ് കേരളം. കാരണം ചെറിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ്, ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക, ഇവിടെ അതിനുവേണ്ടി ഇൻഡസ്ട്രീസിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുക, ഇതെല്ലാം ചെയ്താൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലും കേരളത്തിൻ്റെ ഈ പ്രകൃതി രമണീയമായ സുന്ദരമായ ഈ സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പരിപൂർണമായ സപ്പോർട്ടാണ് ആവശ്യം. വളരെ ഫ്ലെക്സിബിളായ നോംസും പോളിസീസും ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് തന്നെ മാതൃകയായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ വർഷമാണ് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുറത്തേക്ക് കുട്ടികൾ പോകുന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ വെക്കും എന്ന് പറയുന്നത്. പഠന കമ്മിറ്റി വരികയും ചെയ്തു. കേരളം രാജ്യത്തെക്കാളും ലോകത്തെക്കാളും ഒക്കെ ഏറെ പിന്നിലായിട്ടാണ് ചിന്തിക്കുന്നത്, മുന്നോട്ട് ചിന്തിക്കാറില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലൊരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായിരിക്കാം എന്ന് താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് നിയമസഭയിൽ ഈ കാര്യം വരുന്നതും പഠന കമ്മിറ്റി വരുന്നതും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും സിലബസ് മാറ്റുന്നത് അടക്കമുള്ള പുതിയ കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത്. താങ്കൾക്ക് എന്താണ് അപ്പോൾ തോന്നിയത്? ഇതിന് കണക്റ്റഡ് ആയിട്ട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. കേരളത്തിലെ ചേംബർ ഓഫ് കേരള കോളേജസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, CKC. ഇതിന് 1400-ലധികം പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കോളേജുകൾ ഉൾപ്പെട്ടൊരു സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഞാൻ. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി കേരള സർക്കാരിൻ്റെ മുന്നിലും കേരള പൊതുസമൂഹത്തിന് മുന്നിലും ഉയർത്തിയിട്ടുള്ള ഒരു ടാഗ് ലൈനാണ് സ്റ്റോപ്പ് മൈഗ്രേഷൻ, സ്റ്റഡി ഇൻ കേരള. കാരണം വേറെ ഒന്നുമല്ല, കേരളത്തിലെല്ലാം ഉണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയാൽ ഇത് മുഴുവൻ ഉപയോഗിക്കപ്പെടുകയും ഇവിടെ തന്നെ പഠിച്ച് നന്നാവുകയും ചെയ്യും. അതാണ് പിന്നീട് സർക്കാർ ഏറ്റെടുത്ത ഈ ടാഗ് ലൈൻ, സ്റ്റോപ്പ് മൈഗ്രേഷൻ, സ്റ്റഡി ഇൻ കേരള. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഡ്രഗ്സിൻ്റെയും മറ്റു പല പ്രശ്നങ്ങളുമുള്ളത് പല രാജ്യങ്ങളിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പോകുമ്പോൾ തീർച്ചയായും അതിനവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കാൻ കേരളം പോലൊരു സംസ്ഥാനത്ത് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ, പണ്ട് തന്നെ ഇത് പറയുവാനുള്ള കാരണം, കേരളത്തിലെ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങുന്ന ആളുകളും പുറത്തേക്ക് പോകുന്നു. ആ ബ്രെയിൻ ഡ്രെയിനേജ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഉടൻ തന്നെ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കണം എന്നുള്ളത്. അത് വളരെ ഫോർച്ചുനേറ്റ് ആയിട്ട് തന്നെ പറയട്ടെ, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിശക്തമായ തീരുമാനം എടുക്കുകയും ഇതിൽ കാര്യമായ എന്തൊക്കെയോ ഉണ്ട്, കേരളത്തിൽ ആളുകൾ പുറത്തേക്ക് പോകുന്ന നിർത്തിയേ പറ്റൂ എന്നൊരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ വന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും, കേരളത്തിൽ ഇത്രയും ശക്തരായ വിദ്യാഭ്യാസ സമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാരികളുള്ള യങ്സ്റ്റേഴ്സുള്ള രാജ്യമാണ് കേരളം. ഇവിടുത്തെ ഈ യൂത്തിൻ്റെ ഈ പവർ ഇവിടെ യൂസ് ചെയ്താൽ കേരളം സ്വർഗ്ഗതുല്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ അമിതമായ രാഷ്ട്രീയവും അമിതമായ മറ്റ് ഇടപെടലുകളും ഒഴിവാക്കി ഇവരെയെല്ലാം പ്രവർത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം, ഫ്ലെക്സിബിലിറ്റി കൊടുത്താൽ കേരളം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് ആരോഗ്യരംഗത്തായാലും
വിദ്യാഭ്യാസ രംഗത്തായാലും ഇൻഡസ്ട്രിയിലായാലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇൻഡസ്ട്രി ഫ്രണ്ട്ലി പോളിസി കൊണ്ടുവരണം. ബാങ്കുകളിൽ അത് വളരെ അനായാസമായ ലോൺ സംവിധാനങ്ങൾ കൊടുക്കണം. അതുപോലെ ഗവൺമെൻറ് സബ്സിഡീസ് കൊടുക്കണം. ഇതെല്ലാം കേവലം ഒരു 5 വർഷം കൊടുത്താൽ കേരളത്തിൻ്റെ ഭൂപടം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. കേരളം ശക്തമായ ഒരു സ്റ്റേറ്റാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇത്രയും അഭ്യസ്തവിദ്യരായ ആളുകളുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നില്ല എന്ന് വെച്ചാൽ പോളിസി ബ്ലോക്കായിരുന്നു. ആ പോളിസി ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനെ നാം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റെല്ലാവരും കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ലൊരു സംസ്ഥാനമായി മാറാൻ കേരളത്തിന് സാധിക്കും. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള രീതിക്കുള്ള ഒരു ജോലി കിട്ടുക എന്നതും കിട്ടിയാൽ തന്നെ അതിനനുസരിച്ചുള്ള ഒരു ശമ്പളം, അതായത് ജീവിത നിലവാരം ഉയർത്താനുള്ള അത്രയും സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നാണ് 3/4 ആളുകളും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ സാഹചര്യങ്ങൾ. പഠനത്തിന് ശേഷം എന്ത് എന്നുള്ള ഒരു ബ്ലോക്ക് അവിടെ. താങ്കൾ അതിനെ പ്രതിരോധിക്കുന്നത് പഠനത്തിലുള്ള രീതികൾ മാറ്റിക്കൊണ്ടാണ്. പഠനത്തിൽ തൊഴിൽ നൈപുണ്യം അടക്കമുള്ള പുതിയ കാലത്ത് പഠിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സാധ്യതകളുണ്ടെന്നാണ് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ശരിക്കും അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? കേരളത്തിൽ പഠിച്ച് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ ഒരു ഓണർഷിപ്പ്, ദാറ്റ് ഈസ് എൻ എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറായി മാറിയാൽ, പ്രത്യേകിച്ച് സ്വയം തൊഴിൽ അല്ലെങ്കിൽ അവർ സ്വന്തമായ ഒരു സംരംഭം ആരംഭിക്കുക, അതിനുള്ള സ്റ്റാർട്ടപ്പുകൾക്കുള്ള സപ്പോർട്ട് നൽകുക, ഗവൺമെൻറ് അതിനുള്ള സപ്പോർട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ ഇവിടെ ജോലി സാധ്യതയുണ്ടാകും. പിന്നെ ഇവിടെ ശമ്പളം കുറവാണെന്നുള്ള വസ്തുത ഒരു സത്യമാണ്. കാരണം ശമ്പളം കൊടുക്കണമെങ്കിൽ വരുമാനം വേണം. വരുമാന സ്രോതസ്സിലാണ് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ കൈവയ്ക്കാറ്. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തിനും ഒരു നിശ്ചിത അളവിൽ അധികം ഭൂമി പോലും കൈവയ്ക്കാൻ കഴിയില്ല. ഈ ഭൂമിയുടെ ആവശ്യത്തിനനുസരിച്ച് അതിനൊരു എക്സംഷനെങ്കിലും കൊടുക്കണ്ടേ? എക്സംഷൻ കൊടുക്കുമെന്ന് പറയുന്നല്ലാതെ ഇത് കൊടുത്ത ചരിത്രമില്ല. കേരളത്തിൽ തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നേരിടുന്നൊരു പ്രശ്നമാണ്. കേരളത്തിലെ പല ഇൻഡസ്ട്രീസും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ വളർച്ചയ്ക്കുള്ള സാധ്യത കുറയും. അപ്പോൾ മുരടിപ്പിലേക്ക് പോകും. അതാണ് പറയുന്നത്, ഇവിടെ ഫ്ലെക്സിബിലിറ്റി വേണം. ഇവിടെ ശരിക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്താൽ, വരുമാനം കൂട്ടുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ തീർച്ചയായും അതിന് അനുപാതികമായി ശമ്പളം കൊടുക്കാൻ കഴിയും. ഇപ്പോൾ 10 രൂപ വരുമാനമുള്ള ആളോട് 10 രൂപ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ. അവിടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഗ്യാപ്പാണ് നമ്മൾ അടച്ചുകൊണ്ട് ഇവരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് ഇത് തഴച്ചു വളരുവാനുള്ള സംവിധാനങ്ങൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാനുള്ളൂ. ഇപ്പം കേരളത്തിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ടാക്സുകളില്ല. അവിടുത്തെ ആളുകൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും മറ്റു സ്ഥലങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ കിൻഫ്ര പോലെയുള്ള പല സ്ഥലങ്ങളിലും പല ഇൻഡസ്ട്രീസും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം പലപ്പോഴും ഭൂമിയുടെ റെൻറ്റ് അല്ലെങ്കിൽ ലീസിന് എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കാശ് വളരെ വലിയ തുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ. അവിടെയെല്ലാം ഒരു സ്ട്രീം ലൈനിങ് പ്രോസസ്സ് കൊണ്ടുവന്ന് അവിടെയെല്ലാം കൂടുതൽ ആളുകളെ ആകർഷിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ ഈ പറയുന്ന പ്രശ്നം തീരുകയും മറ്റ് രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇവിടെയും ജോലിക്കനുസരിച്ചുള്ള ശമ്പളവും കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൈകോർത്തുകൊണ്ട് റോഡുകളെല്ലാം നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇന്നിപ്പോൾ ലോകത്തിലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഈ കാശൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? ഇത്തരം കാശുള്ള ആളുകൾ ഇത് ബാങ്കിലിട്ട് വെറുതെ ഇരിക്കുക. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് പേടിയാണ്. ആ പേടിയാണ് നാം മാറ്റിക്കൊടുക്കേണ്ടത്. അവർക്കൊരു കൈ കൊടുത്താൽ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ, അവർക്ക് 10 ആൾ മുതൽ 100 ആൾ വരെ ജോലി കൊടുക്കുന്ന സംരംഭം അവർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞാൽ, അതിനുള്ള ഫ്രീഡം കൊടുത്താൽ എല്ലാ ആളുകളുടെയും പ്രശ്നം തീരും. കേരളത്തിൻ്റെ എക്കണോമിക് ക്രൈസിസും അതോടുകൂടി മാറും. ഇതാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് അനുയോജ്യമായൊരു പോളിസി എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. 2 സ്റ്റേറ്റിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ധാരാളം സ്ഥാപനങ്ങൾ, എനിക്ക് തോന്നുന്നു 22 മേലെ സ്ഥാപനങ്ങളുള്ളൊരു വലിയ ഗ്രൂപ്പ്, വലിയൊരു ചെയിനാണ് നെഹ്റു. ശരിക്കും ഈ തമിഴ്നാട്ടിലും ഈ കേരളത്തിലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൽ വ്യത്യാസം എന്ന് പറയാൻ പറ്റുമോ? 50 വർഷത്തിലധികമായി തമിഴ്നാട്ടിലുള്ള ആളുകളാണ്. ഇവിടെ 25 വർഷമായി സ്ഥാപനങ്ങൾ നടത്തുന്നത്. നെഹ്റു ആദ്യമായിട്ട് ആരംഭിക്കുന്നതും കോയമ്പത്തൂരിലാണ്. പോളിസിയിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മളൊരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ ഗവൺമെൻറ് തന്നെ അത് ഗ്രീൻ ചാനൽ വഴി ചിലപ്പോൾ 45 ദിവസം അല്ലെങ്കിൽ 60 ദിവസം പ്രോജക്റ്റിനനുസരിച്ച് അവർ സമയം പറയും. ആ സമയത്തിനുള്ളിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ വന്ന് കണ്ട് നമ്മുടെ പേപ്പർ വർക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുഴുമിപ്പിച്ച് ആ പറഞ്ഞ ദിവസം തന്നെ ലൈസൻസും തുടങ്ങുവാനുള്ള പെർമിഷനും തരും.
കേരളത്തിൽ അത് മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്നാൽ കിട്ടില്ല. ഇതാണ് പോളിസിയിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പല ഇൻഡസ്ട്രികളും തമിഴ്നാട്ടിലേക്ക് ചേക്കേറിയത്. പല വലിയ വലിയ ആളുകളും പല സംരംഭങ്ങളും തമിഴ്നാട്ടിൽ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു പോളിസി ഇപ്പോൾ കേരളം കടമെടുത്ത് ഇപ്പോൾ കേരളത്തിലും ഒരു ഫ്ലെക്സിബിൾ നോംസും ഇതുപോലെ ഒരു സപ്പോർട്ടും കൊടുക്കുവാൻ തീരുമാനിച്ച് ഇപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ KSIDC പോലെയുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അതിനകത്ത് ഇതുപോലുള്ള ഗ്രീൻ ചാനൽ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ ആളുകൾക്ക് അറിയൂ. ഇപ്പോൾ അത് അറിയുന്ന ആളുകൾക്കറിയാം അതിലൂടെ പോയാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. ഈ പോളിസിയിലുള്ള ഡിഫറൻസും ഈ ഡിലേയുമാണ്, ഈ റെഡ് ടേപ്പിസം, ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസമാണ് കേരളത്തിനെ പുറകോട്ട് നയിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. പിന്നെ ഇവിടെ സാമ്പത്തികമായി കാശുള്ള ആളുകൾ പോലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതിന് റിട്ടേൺ ഒന്നും കിട്ടില്ലേ എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഈ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ മറ്റു പല രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിനിമയം വളരെ വ്യത്യസ്തമാണ്. ആ ഒരു അട്രാക്ഷൻ ഇതിപ്പോൾ എന്തെല്ലാം നമ്മളിവിടെ ചെയ്താൽ ആ ഒരു അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് ഇവിടെ ബിസിനസ് വലുതാക്കി ഇതിൻ്റെ റവന്യൂ വലുതാക്കിയാൽ തീർച്ചയായും ഇവിടുത്തെ ആ പ്രശ്നം തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കോളേജിൽ സ്വാശ്രയ മേഖലയിൽ ഏറ്റവും പേരെടുത്തൊരു സ്ഥാപനമാണ്. ധാരാളം സർക്കാർ കോളേജുകളും സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ തന്നെ നിരവധി റാങ്കുകൾ സ്വന്തമായിട്ടുള്ളതാണ് നെഹ്റു കോളേജിന്. ശരിക്കും എങ്ങനെയാണ് ആ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയത്? കാരണം സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് സ്വാശ്രയ കോളേജിലേക്ക് വരാറ് എന്നുള്ള പൊതുവിലൊരു സങ്കല്പം കൂടിയുള്ള സമയത്ത് ഈ റാങ്ക് നേട്ടങ്ങളെ എങ്ങനെയാണ് കാണാറുള്ളതും എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത്? കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് വളരെ പ്ലാനിങ്ങോടുകൂടി മാത്രമാണ്. കാരണം ഇവിടെ വളരെ കാഷ്വലായിട്ടൊരു അപ്രോച്ച് എടുത്താൽ ഒരു സ്ഥാപനത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഏത് വിദ്യാർത്ഥി ഏത് കോഴ്സിന് ചേർന്നാലും ആ ആദ്യ ദിവസം മുതൽ അവൻ പഠിച്ചിറങ്ങുന്നത് വരെ അവരുടെ പിന്നാലെ ഒരു സംവിധാനം ഞങ്ങൾ ഓടിക്കുന്നുണ്ട്. അവരെ മെൻറ്ററിങ് അവർക്ക് കൃത്യമായി നൽകും. വീക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക കോച്ചിങ് നൽകും. അവർക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു കൊടുക്കും. പിന്നെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. രക്ഷിതാക്കളെ ഇടപെടിച്ചുകൊണ്ട് ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രസൻസിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇവരുടെ പോരായ്മകളും എല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്നിരുന്നാലും ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് അക്കാഡമിക്കലി അവരെ സ്ട്രോങ് ആക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിലും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കും. അപ്പോൾ അവർക്കൊരു സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. സ്പോർട്സിൽ പങ്കെടുപ്പിക്കും. മറ്റ് പുറം സ്ഥലങ്ങളിലുള്ള ഈ ഔട്ട്സോഴ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ആവശ്യമുള്ള ചില സർവീസുകൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കും. ഇവരെ പല സർക്കാർ ആശുപത്രികളും ഇവരെ കൊണ്ടുപോകും, പഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോകും, ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും. പല രീതിയിലുള്ള ഒരു എക്സ്പോഷർ കൊടുത്ത് ഇവരെന്താണെന്നും ഇവർ ബാക്കി ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്നും അവരെ മനസ്സിലാക്കുമ്പോഴാണ് അവർ പരിപൂർണമായിട്ടുള്ളൊരു സിറ്റിസണായി മാറുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമാണ് അക്കാഡമിക്കലിയും നോൺ അക്കാഡമിക്കലിയും ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഒരു ഫുൾ ഫ്ലെഡ് സിറ്റിസണായി മാറുകയുള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് റാങ്കുകൾ ഉണ്ടാവുന്നു, ജോലി അവർക്ക് കിട്ടുന്നു, അവർക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടാവുന്നു. അതുകൊണ്ടാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാപ്ഷൻ തന്നെ മോൾഡിങ് ട്രൂ സിറ്റിസൺസ് എന്ന് വെച്ചിരിക്കുന്നത്. പലപ്പോഴും പല വിവാദങ്ങൾക്കുമൊക്കെ വിവാദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ സത്യത്തിൽ വിവാദങ്ങൾ മാത്രമാണ്, ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല. പലപ്പോഴും ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിന് വിയോജന രേഖപ്പെടുത്തും. അതുമാത്രമല്ല ചിലപ്പോൾ അതിനെതിരെ പ്രതികരിച്ചെന്നിരിക്കും. അത്തരം പ്രതികരണങ്ങളൊക്കെ കണ്ടും കേട്ടും കടന്നും വന്നിട്ടാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 100% ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. ഒരു വിദ്യാർത്ഥി ചേർന്നാൽ, വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഏതു മേഖലയിലും സ്വന്തമായോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിലോ മറ്റൊരു ദേശത്തോ എന്തിനും പ്രാപ്തരായ ഒരു ഇൻഡിവിജ്വലാക്കി മാറ്റുക. അവരെ സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസണാക്കി മാറ്റുക. പൊളിറ്റീഷ്യൻ ആവാം, അല്ലെങ്കിൽ ജുഡീഷ്യറിയിലേക്ക് പോകാം, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാവാം, അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യാം, അതല്ലെങ്കിൽ സാമൂഹ്യ സേവനം നടത്താം. എന്തിനും പ്രാപ്തരായ ഒരാളുകളാക്കും. അതിനുദാഹരണമാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും. NCC എല്ലാ സ്ഥാപനങ്ങളിലുമുണ്ട്, NSS എല്ലാ സ്ഥാപനങ്ങളിലുമുണ്ട്. NSS കേരളത്തിലെ ഈ നെഹ്റു കോളേജിലെ NSS 2 വർഷം കണ്ടിന്യൂസ് ഇന്ത്യയിലെ മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. NCCയിൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള പല പ്രക്രിയകളും പങ്കെടുക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഡിഫൻസ് സർവീസുകൾ സെലക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ പരിപൂർണമായ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഞങ്ങളുടെ 360 ഡിഗ്രിയിൽ ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുത്ത് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്ന രീതിയിലാണ് ഇവിടുത്തെ പെഡഗോഗിക്കൽ എക്സസൈസ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ട് അവർ വളരെ നിരാശരായി ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അത് സ്വയം തീരുമാനിച്ചാൽ പിന്നെ നിവൃത്തിയില്ല, അതാർക്കും രക്ഷിക്കാൻ കഴിയില്ല. അതല്ലാത്തോടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് 100% ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഉന്നത നിലവാരത്തിൽ പല സ്ഥലങ്ങളിലും ഇന്നും കാണുവാനും അവരവരുടേതായ ജോലി കൃത്യമായി ചെയ്യുന്നതും നല്ല നിലയ്ക്ക് ജീവിക്കുന്നതും കാണുവാനുള്ള ഒരു ഭാഗ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ട് ചിന്തിക്കുന്ന കോളേജാണ്. പുതിയ പുതിയ കോഴ്സുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് ഹൈബ്രിഡ് കാലഘട്ടമാണ്, ഓൺലൈൻ പഠന കാലഘട്ടമാണ്, AI കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് നെഹ്റു കോളേജ് നോക്കിക്കാണുന്നത്? ഈ കോഴ്സുകളിൽ എന്തൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ക്ലിയറായി ചോദിക്കുകയാണ്, 2030 ആകുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി 2021 പുറത്തു വന്നിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ ഒരു 30% ആളുകളുടെയും ജോലികൾ ഇല്ലാതെയാവും. കാരണം വേറൊന്നുമല്ല, ഇവർ ജോലി ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് മെഷീൻ ലേണിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ആധുനിക സാങ്കേതിക രംഗത്തുള്ള പല കോഴ്സുകൾ അല്ലെങ്കിൽ പല ടെക്നോളജിയും ഇത് ടേക്ക് ഓവർ ചെയ്യും. പക്ഷെ അത് ടേക്ക് ഓവർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ ആളുകൾക്ക് ജോലിയുണ്ട്, പ്രൊവൈഡഡ്. അവർ ഇത് ഉപയോഗിക്കുവാൻ പഠിക്കണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞങ്ങൾ നൽകുന്ന അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ ഒരു സ്കില്ലിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഞങ്ങളുടെ എല്ലാ കോഴ്സുകളിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകളെല്ലാം തന്നെ ഒരു സബ്ജക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലും അവർ പ്രാവീണ്യം നേടുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ, ചാറ്റ് ബോട്ടുകൾ പരിശോധിച്ചാൽ എല്ലാം തന്നെ ഞങ്ങൾ AI സപ്പോർട്ട് കൂടി ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്, പുറമേ ഒരു ഔട്ട്സോഴ്സിങ് ഏജൻസി അല്ല. കുട്ടികൾക്ക് TBIയിലൂടെ വളർത്തിയെടുത്ത അവരുടെ സ്കില്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസിലും ഇത് പഠിപ്പിക്കുവാനുള്ള ആളുകളെ ഞങ്ങൾ വിവിധ പ്രദേശത്തു നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനത്തുൾപ്പെടെ ഉള്ള ആളുകളെ ഞങ്ങൾ കൊണ്ടുവന്ന് അതിന് ടൈപ്പും മെമ്മോയും സൈൻ ചെയ്ത് അത്ര അഡ്വാൻസ് കോഴ്സസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ 4.0 എന്നുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇൻഡസ്ട്രിയൽ 5.0യിലേക്ക് മാറി. ഇൻഡസ്ട്രിയും ഫുള്ളി റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മെക്കാനിക്കൽ പോലെയുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ, മെക്കാനിക്കൽ എന്നുള്ളത് അത് എഞ്ചിനീയറിംഗ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാക്കി മാറ്റി, ഇലക്ട്രിക്കൽ സയൻസിന് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാക്കി മാറ്റി. ഇതിലുപരി അഗ്രികൾച്ചർ പ്രോഗ്രാം, അഗ്രികൾച്ചറിൻ്റെ BTech നടത്തുന്ന കോളേജാണ് ഞങ്ങൾ. മെക്കാട്രോണിക്സ് മാത്രമല്ല, അവിടെ ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി എങ്ങനെ കൃഷി നല്ല രീതിയിൽ നടത്താം, അതിനുവേണ്ട മിഷനറീസ് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ പാക്കിംഗ് മെത്തഡോളജി എന്താണ്, പുതിയ രീതിയിലുള്ള കൃഷി, ഹൈടെക് ഹൈബ്രിഡ് കൃഷികൾ എങ്ങനെ ചെയ്യാം, ഇതിന് മറ്റാളുകൾ എങ്ങനെ, അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിത് കണ്ടറിഞ്ഞ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങൾ നേരിട്ട പ്രശ്നം, അല്ലെങ്കിൽ കേരളത്തിലെ കോളേജുകൾ നേരിട്ട പ്രശ്നം, വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകാനുണ്ടായ പ്രശ്നം എന്ന് പറയുന്ന ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ റിജിഡിറ്റി കൊണ്ടാണ്. ഇവർ സിലബസ് മോഡിഫൈ ചെയ്യാൻ സമ്മതിക്കില്ല, ഇവർ പഴയ സിലബസും വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതെല്ലാം മാറ്റം വരണം. ഇപ്പോൾ ഓട്ടോണമസ് ആയപ്പോൾ ഞങ്ങൾക്ക് സിലബസ് മോഡിഫൈ ചെയ്യാൻ അവസരമുണ്ടായി, ഞങ്ങൾ മാറ്റി. അങ്ങനെ എല്ലാ കോളേജുകൾക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിലബസുകൾ കൊടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കേരളത്തിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഈ പഴഞ്ചൻ സിലബസും പഴഞ്ചൻ സംവിധാനങ്ങളിലും പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പം ലേണിംഗ് എന്ന് പറയുന്നത് ഫൺ ആൻഡ് ലേൺ ആൻഡ് ഫൺ എന്നുള്ളതാണ് എൻ്റെ ക്യാപ്ഷൻ. പഠിക്കുന്നതോടൊപ്പം തമാശ വേണം, മറ്റ് ആക്ടിവിറ്റികൾ വേണം, അവർക്ക് എല്ലാ എൻവയോൺമെൻറ്റിലും ഫ്രീഡം വേണം, ഫ്ലെക്സിബിലിറ്റി വേണം. ഇത് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ എല്ലാം പരിപൂർണമായി തന്നെ ഇവർ ഏറ്റവും നല്ല വിദ്യാർത്ഥികളും ഏറ്റവും നല്ല പ്രൊഫഷണൽസുമായി മാറും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും കിട്ടുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്നുള്ള നിലയ്ക്ക് ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ, അല്ലെങ്കിൽ വളരെ കഴിവുള്ള കുട്ടിയാണ് പക്ഷേ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് താങ്കൾ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട വിദ്യാർത്ഥി എന്നതിലുപരി പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾ പാവപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾക്ക് നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പ് എന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് മുഴുവൻ ഫ്രീ ആയി ഒഴിവാക്കിക്കൊണ്ടവരെ പഠിപ്പിക്കും. അതുമാത്രമല്ല, അവർക്ക് മറ്റ് സപ്പോർട്ടുകൾ ഞങ്ങൾ നൽകും. അങ്ങനെ എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുപോയ പല വിദ്യാർത്ഥികളും പല സ്ഥലങ്ങളിലും വലിയ നിലയ്ക്ക് ഇത് ജോലി ചെയ്യുന്നു, ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ
ഒരുപാട് സ്കോളർഷിപ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മാർക്ക് അടിസ്ഥാനത്തിൽ, അതുപോലെ എക്കണോമിക്കലി വീക്കറായ ആളുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ മറ്റ് അവശത അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്റ്റായ ആളുകൾക്ക്, അങ്ങനെ പലർക്കും പല ടൈപ്പ് സ്കോളർഷിപ്സ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം വെറുതെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിക്കാൻ വരിക എന്നുള്ളതല്ല, പഠിച്ച് അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ അവർ മാറണം, അതിനുകൂടെ സജ്ജമായ ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുള്ളൂ. കേവലം ഒരു ഫില്ലിംഗ് ഏർപ്പാട് അത് ഞങ്ങൾ ചെയ്യാറില്ല. എനിക്ക് പഠിക്കണം, എന്തെങ്കിലും കോഴ്സിന് പഠിക്കണം, അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നെഹ്റു കോളേജ് ഒരു ഫ്രീ സ്കീം നടത്തുന്നുണ്ട്, അവിടെ പോയി ചേരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾ അവരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അവരെ കൗൺസിൽ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഗുണവും ദോഷവും മനസ്സിലാക്കി നിങ്ങൾ ആരാവണം എങ്ങനെയാവണം എന്ന് വരെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്യാറ്. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ പുതിയൊരു സംവിധാനം കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ വരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു കൗൺസിലിംഗ്, അത് സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറിലൂടെ കംപ്ലീറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏതിലാണ് അഭിരുചി, അവരെന്ത് പഠിച്ചാലാണ് നന്നാവുക, അവരേറ്റവും കൂടുതൽ അവരുടെ സ്കിൽസ് ഏതിലാണ്, എല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും. എന്നിട്ട് അവരോട് കൗൺസിൽ ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത്, ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേണമോ അതോ നിങ്ങളുടെ കൂട്ടുകാർ പറയുന്ന കോഴ്സ് വേണമോ അതോ രക്ഷിതാക്കൾ പറയുന്ന പ്രോഗ്രാമാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചോയ്സ് അപ്പോൾ ഉണ്ടാവും. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും തന്നെ പരാജയപ്പെടില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങൾക്കാണ് നമ്മൾ നിറം കൊടുക്കുന്നത്. അതിലൂടെ മാത്രമേ ഒരു വിദ്യാർത്ഥിയെ പരിപൂർണമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവർ മൾട്ടി ടാസ്കിംഗ് ആയി ഹൈലി പ്രൊഫഷണലായി മാറും. അത് ഞങ്ങൾ ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതുവരെയുള്ള അഡ്മിഷൻസിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അഡ്മിഷൻ ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളിലും പകുതിയിലധികം ആയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ബാക്കി കാര്യങ്ങളോട് ചെക്ക് ചെയ്തിട്ടാണ് കൺഫർമേഷൻ. സാർ ഈ മേഖലയിലുള്ള ആളെല്ലാം നേരത്തെ പറഞ്ഞു, നിയമ മേഖലയിലുള്ള ആളാണ്. സ്വന്തം മേഖല ഇഷ്ടപ്പെട്ട ഒരു കരിയർ ആയിരിക്കുമല്ലോ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ മേഖലയിലേക്ക് വരുമ്പോൾ നഷ്ടബോധം തോന്നിയിരുന്നു? ഒരിക്കലുമില്ല. കാരണം കുട്ടിക്കാലം മുതൽ തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ തന്നെ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടും അച്ഛൻ പറയുന്നത് കേട്ടും വളർന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ലോ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെ പലപ്പോഴും അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ കൗൺസിലിങ്ങിന് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അന്ന് മുതൽ എഡ്യൂക്കേഷൻ എന്താണെന്നും ഇതിൻ്റെ എന്താണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ ലോ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് വക്കീലായി ഒരു 7 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 2004 പരിപൂർണമായി കോടതിയിൽ പോകുന്നത് നിർത്തി. പിന്നീട് നിയമപരമായി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് മാത്രം. പക്ഷേ 2009 അച്ഛൻ മരിച്ചതിന് ശേഷം പരിപൂർണമായി ഇതിലേക്ക് ഇറങ്ങി വന്നു. ഇത് പരിപൂർണമായി ഇഴകിച്ചേർന്ന് മുന്നോട്ട് പോയതാണ്. അപ്പോൾ എനിക്കൊരു നഷ്ടബോധം തോന്നിയിട്ടില്ല. ഇത് രണ്ടും, പ്രത്യേകിച്ച് ലോ പഠിച്ചതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് പിന്നെ ചെയ്ത്, തീർച്ചയായും അതിൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇത് രണ്ടും സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാനും പല കാര്യങ്ങളും ശരി ഏത് തെറ്റും തിരിച്ചറിയുവാനും എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതുപോലെ ചെയ്യുവാനും കഴിയും. 22ലധികം സ്ഥാപനങ്ങളുണ്ട്, 10-20,000 മേലെ കുട്ടികളുണ്ട്, ധാരാളം സ്റ്റാഫുണ്ട്. ഇവരെല്ലാവരെയും മാനേജ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും എങ്ങനെയാണ് സാധിക്കുന്നത്? മാത്രമല്ല ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയറുകൾ, കുട്ടികൾ തന്നെ വികസിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു ടീം എന്തായാലും ഉണ്ടായിരിക്കണമല്ലോ. എങ്ങനെയാണ് ഇതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ആസ് എ ലീഡർ? ഇതിന് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു നെഹ്റു ഗ്രൂപ്പിൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് എല്ലാവരും. ആരെയും തന്നെ വ്യത്യസ്തമായി കാണാറില്ല. അപൂർവം ചില ആളുകൾ മറ്റിച്ചുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ 99% ആളുകൾ നെഹ്റു ഗ്രൂപ്പ് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഗെറ്റ് ടുഗദർ, അവരുടെ കല്യാണങ്ങൾ, അവരുടെ മറ്റ് വിശേഷങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ബോണ്ടിങ്, ആ ഒരു വലിയ ബോണ്ടിങ് ഉണ്ട്. ആ യുണൈറ്റഡ്നെസ്സാണ് ഒരു പ്രശ്നവുമില്ലാതെ ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. പോളിസി എല്ലാം നിലവിലുണ്ട്. അതിനനുസരിച്ച് മാറുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുക, അവരത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കേരളത്തിൽ 13 എഞ്ചിനീയറിംഗ് കോളേജ് ഓട്ടോണമസ് ഉള്ളത്. അതിൽ 2 എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങളുടെയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവും. ഇവിടെ 160ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് കേരളത്തിൽ. പലതും
വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അതെ, അതെ. അപ്പോൾ ഇത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല, അത് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒരു കൂട്ടായ പ്രയത്നമാണ്. അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ദൗത്യം. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും ഒരു ബിസിനസ്സുകാരനായാലും ഏതൊരു സ്ഥാപനം നടത്തുന്ന ആളായാലും അതും ആ സ്ഥാപനം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നോട്ട് ചിന്തിക്കണം. ഇത്തരം ഇൻസൈറ്റ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്താണ് അതിന് ചെയ്യാറുള്ളത്? പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ പല മാഗസീൻസ്, അതുപോലെ ന്യൂസ് ഐറ്റംസ്, പിന്നെ റിസർച്ച് പേപ്പേഴ്സ്, പിന്നെ ഇൻ്റർനെറ്റിലൂടെ വരുന്ന വാർത്തകൾ, ഇതിലുപരി ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കും. പല രാജ്യങ്ങളിലും സഞ്ചരിക്കും, പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. മിക്കവാറും 30-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ ഇൻഡസ്ട്രികൾ കാണും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്യും. അതിനാണ് കൂടുതൽ സമയം ചെലവഴിക്കാറ്. അപ്പോൾ മാറി വരുന്നത് എന്താണോ അത് അപ്പം നമുക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ചേഞ്ചസ് ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആണെങ്കിൽ തന്നെ വലിയ ഒരു കണക്ഷൻ, ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ പറയട്ടെ, സുഹൃത്ത് വലയം വളരെ ശക്തമാണ്. അത് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ, എല്ലാ മേഖലയിലുള്ള ആളുകളും. അപ്പോൾ അവരോടൊക്കെ സംവാദിക്കുമ്പോൾ പല ആശയങ്ങളും കിട്ടും. ആശയങ്ങൾ നല്ലതാണെന്ന് തോന്നി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ ഒരു പടി മുന്നിലേക്ക് എപ്പോഴും നമ്മൾ നയിക്കുവാനുള്ള ഒരു പ്രത്യേക സ്കില്ലായിട്ട് ഇതിനെ കാണുന്നത്. ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ ഒരു ആസ് എ ലീഡർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? ഏത് ക്രൈസിസ് നേരിടുമ്പോഴും ഞാൻ എൻ്റെ അച്ഛനെയാണ് ഓർക്കാറ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കമ്മിറ്റ്മെൻറ്റും ഒരു ധൈര്യവുമുണ്ട്. അത് ഞങ്ങൾക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന ജോലിക്കാർ, അത് അധ്യാപകരായിക്കോട്ടെ അനധ്യാപകരായിക്കോട്ടെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, എല്ലാവരും ഒരേ സ്വരത്തിൽ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം മറികടക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് വായനയും അതിലപ്പുറം മെഡിറ്റേഷനുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരം ക്രൈസിസിൽ മറികടക്കാൻ ഈ മെഡിറ്റേഷൻ മാത്രം ധാരാളമാണെന്നുള്ളൊരു വിശ്വാസമാണ്. ഇതെൻ്റെ അനുഭവമാണ്. ഫാമിലി വിശേഷങ്ങളും കൂടെ പറയാം. എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ മൂത്തതാണ്. എൻ്റെ താഴെ സിസ്റ്ററാണ്, ഡോക്ടറാണ്. അതിൻ്റെ താഴെ അനുജനാണ്, ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കോയമ്പത്തൂരുള്ള എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹമാണ്. ഞങ്ങൾ കൂട്ടായിട്ട് ഒരു ഫാമിലി എന്ന നിലയ്ക്ക് കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ ഞങ്ങൾ പ്രാവർത്തികമാക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്നതിലൊന്നും തന്നെ തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളൊരു പാഷനാണ്. ആ പാഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് 2 മക്കളാണുള്ളത്, ഭാര്യയും 2 മക്കളും. ഭാര്യ എന്നെ സഹായിക്കാൻ കോളേജുകളിൽ വരാറുണ്ട്, ഡോക്ടർ സുമിത. മകനെന്ന് പറയുന്നത് മഹേശ്വർദാസ്, +2 കഴിയുന്നു. മോളെന്ന് പറയുന്നത് വരദ, 10th പഠിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ഡോക്ടർ തുളസിയുടെ ഭർത്താവ് ഡോക്ടർ കൃഷ്ണകുമാർ, RC കൃഷ്ണകുമാർ, ആ ഹോസ്പിറ്റലിൽ തന്നെ ഡയറക്ടറാണ്. മകനുള്ളത് എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും പേര് കൃഷ്ണദാസ് തന്നെയാണ്. അതുപോലെ അനുജൻ്റെ പേര് ഡോക്ടർ കൃഷ്ണകുമാറാണ്, CEO ആൻഡ് സെക്രട്ടറി ഈ ഗ്രൂപ്പിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ചൈതന്യ, സ്കൂളുകൾ നോക്കുന്നത് അവരാണ്. അതുകൂടാതെ മക്കളെന്ന് പറയുന്നത് ദയാകൃഷ്ണയും ദേവ്കൃഷ്ണയുമാണ്. ഇവർ 2 ആളും ചെറിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. അവരും. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഫാമിലി. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയാണ് ഞങ്ങളുടെ കെട്ടുറപ്പിൻ്റെ ഏറ്റവും വലിയ കാതലായ കാര്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മ ഉപദേശിക്കുന്ന പോലെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. 2002 ആരംഭിച്ച ഈ യാത്ര ഇനിയും ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.